ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ദേവുവിൻ്റെ സ്കൂളിൽ സംഘടിപ്പിച്ച മനോഹരമായ യോഗ സെക്ഷൻ്റെ ദൃശ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കുട്ടികൾ യോഗ ചെയ്യുന്നത് കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് യോഗ എത്രത്തോളം പ്രാധാന്യമാണെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഈ പരിപാടിക്ക് സാധിച്ചു. ഇവരുടെ സ്കൂളിൽ യോഗയ്ക്കായിട്ട് തന്നെ ഓരോ പീരീഡ് ഉണ്ട്. അത് ആഴ്ചയിൽ 2-3 ദിവസം ഇവർക്ക് യോഗ ക്ലാസ് ഉണ്ട്. കുട്ടികളിൽ യോഗ ശീലിപ്പിക്കുന്നത് അവരുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് ഏറെ നല്ലതാണ്. പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മാനസിക ഏകാഗ്രത, പഠിക്കുന്ന കുട്ടികളാകുമ്പോഴത്തേക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യോഗ സഹായിക്കുന്നു. പിന്നെ മനസ്സിന് ശാന്തത. ഇപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാവരും തന്നെ മിക്കവരും മൊബൈൽ ഫോൺ ഉപയോഗം കൊണ്ടും പഠനഭാരം കൊണ്ടും കുട്ടികൾക്കുണ്ടാകുന്ന അസ്വസ്ഥതകളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ യോഗ ചെയ്യുന്നത് മനസ്സിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശാന്തത തരുന്നതാണ്. അതുപോലെ തന്നെ മനസ്സിൻ്റെ സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പരീക്ഷാ പേടി, ഉത്കണ്ഠ എന്നിവ കുറയ്ക്കാനായിട്ടും യോഗ സഹായിക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കും ഈ സ്കൂളുകളിൽ യോഗ നിർബന്ധമായിട്ടും ഒരു പീരീഡ് അതിന് വേണ്ടിയിട്ട് തന്നെ വേണം എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ യോഗാസനങ്ങൾ കൃത്യമായി ചെയ്ത് വിജയിക്കുമ്പോൾ കുട്ടികൾക്ക് സ്വയം മതിപ്പും ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിപ്പിക്കും. ഇങ്ങനെ അമിതമായിട്ട് ദേഷ്യമുള്ള കുട്ടികൾ, വികാരങ്ങൾ ഇങ്ങനെ മികച്ച രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് ഇതൊക്കെ യോഗ ചെയ്യുന്നത് കൊണ്ട് ശാന്തത ഉണ്ടാകും. നല്ല ശീലമാണ് ഈ യോഗ അഭ്യസിക്കുക എന്നുള്ളത്. നല്ല ഉറക്കം ലഭിക്കാൻ, ശരീരം റിലാക്സ് ആകുന്നത് വഴി കുട്ടികൾക്ക് രാത്രിയിൽ ആഴത്തിലുള്ള സുഖമായ ഉറക്കം ലഭിക്കുന്നു. പിന്നെ രോഗപ്രതിരോധ ശേഷി ഉണ്ടാകാൻ വേണ്ടി യോഗ സ്ഥിരമാക്കുന്നത് വഴി ശരീരത്തിലെ രക്തയോട്ടം കൂടുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യും. ഇവരുടെ സ്കൂളിലെ ടീച്ചർമാരെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒത്തിരി സ്ട്രിക്റ്റൊക്കെ ആവാതെ നല്ല പിള്ളേർക്ക് നല്ല യോഗ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടം തോന്നും. അതുപോലെയാണ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് കാരണം പിള്ളേർക്ക് മടിയില്ലാതെ ഇവരത് നന്നായിട്ട് പൂർത്തിയാക്കും. ഈ സ്പോർട്സ് പഠനം എന്നൊക്കെ പറയുന്നതിൽ ഒന്നാമതെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരമാണ്. എന്നാൽ യോഗയിൽ മത്സരമല്ല, ഇത് കുട്ടികളിൽ മറ്റുള്ളവരോടുള്ള അസൂയ കുറയ്ക്കാനും സ്വന്തം കഴിവുകളെ തിരിച്ചറിയാനും ഒക്കെ സഹായിക്കും. അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ട് യോഗ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ ബഹുമാനിക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഒപ്പം ജീവിതത്തിലൊരു കൃത്യമായിട്ടൊരു ടൈം ടേബിൾ അച്ചടക്കമൊക്കെ കൊണ്ടുവരാനായി ഇവർക്ക് സാധിക്കും പെട്ടെന്ന്. ഹൈപ്പർ ആക്ടിവിറ്റി നിയന്ത്രിക്കാം ഇതുകൊണ്ട്. അമിതമായിട്ട് ഇങ്ങനെ വാശി കാണിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരിടത്തും അടങ്ങിയിരിക്കുക, അല്ലാതെ ഇങ്ങനെ ഭയങ്കരമായിട്ടും അടങ്ങിയിരിക്കാത്ത കുട്ടികളൊക്കെ ഇല്ലേ, അവരെയൊക്കെ ഇങ്ങനെ ശാന്തമാകാൻ വേണ്ടിയിട്ട് ഈ പ്രാണായാമം വഴി അതിൻ്റെ എക്സസൈസ് യോഗ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ ഇങ്ങനെ ഒരടക്കം വരാൻ വേണ്ടിയിട്ടൊക്കെ ഒത്തിരി സഹായമായിട്ടുണ്ട്. അതുകൂടാതെ ഈ ആന്തരിക അവയവങ്ങളുടെ ആരോഗ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികളിൽ സാധാരണയായിട്ട് ഇങ്ങനെ എപ്പോഴും കണ്ടുവരുന്നതാണ് വയറുവേദന, ഗ്യാസ് പ്രോബ്ലം എന്നിവയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ യോഗാസനങ്ങൾ കൊണ്ട് ഒത്തിരി ഗുണമുണ്ടായിട്ടുണ്ട്. ശ്വാസകോശാരോഗ്യം. ആഴത്തിലുള്ള ശ്വാസമെടുക്കാൻ ശീലിക്കുന്നത് വഴി ശ്വാസകോശത്തിലെ അതിൻ്റെ ശേഷി കൂടുന്നു. ഇത് കുട്ടികളിൽ വിട്ടുമാറാത്ത ജലദോഷം, അലർജി, ആസ്മ എന്നിവ വരാനുള്ള സാധ്യത പെട്ടെന്നിങ്ങനെ കുറയ്ക്കുന്നു. യോഗ കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് ഇതുപോലെയുള്ള അലർജികൾ, ശ്വാസമുട്ടൽ പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. ഇതുപോലുള്ള ഇതിൻ്റെ ഗുണങ്ങളെല്ലാം ഇവരുടെ സ്കൂളിൽ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് ടീച്ചർമാർ ഇതുപോലെ യോഗ ഇവർക്ക് കാണിച്ചു കൊടുക്കുകയും ഇവരെ ഇങ്ങനെ അഭ്യസിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ തുടക്കത്തിൽ ഇങ്ങനെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് വരെ മാത്രമേ ചെയ്യിപ്പിക്കുള്ളൂ. ഇങ്ങനെ ഒത്തിരി നിർബന്ധിച്ച് ഇവരെ മടുക്കുന്ന രീതിയിലൊന്നും ചെയ്യിപ്പിക്കുന്നില്ല. പിന്നെ കുറച്ച് നേരം കളികളൊക്കെ ആയിട്ട് അങ്ങനെ ഇവരെ പയ്യെയാണ് ആ ഒരു രീതിയിലേക്ക് നല്ല ട്രെയിനിങ് കൊടുത്താണ് ഇവരെ മാറ്റിയെടുക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞു പിള്ളേർ LKG പഠിക്കുന്ന കുട്ടികൾ മുതൽ ഇവരുടെ സ്കൂളിൽ യോഗ അഭ്യസിക്കുന്നുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല, ഇവരുടെ സ്കൂളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മാതാപിതാക്കൾക്കും ഇവിടെ ചെന്നത് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അവർ. അപ്പം നമ്മളിപ്പം ഇതിൻ്റെ യോഗ ദിനത്തോടനുബന്ധിച്ച് മാതാപിതാക്കൾക്കും ഈ കുട്ടികളുടെ കൂടെ ജോയിൻ ചെയ്യാമായിരുന്നേ. അങ്ങനെ കുറച്ച് മാതാപിതാക്കൾ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കുട്ടികളുടെ ഒരു സെക്ഷനാണ് കാണിച്ചേക്കുന്നത്. കൂടാതെ ഈ കുട്ടികളുടെ ഈ പ്രായത്തിനനുസരിച്ചുള്ള ശാരീരിക വളർച്ചയ്ക്കും ഉയരം വയ്ക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് ഈ യോഗ കൊണ്ട്. ഹോർമോണിൻ്റെ ഓരോരോ ചേഞ്ചുകളൊക്കെ കൊണ്ട്. പിന്നെ
യോഗ ചെയ്യുന്നതിന് മുമ്പിലായിട്ട് നമ്മൾ എന്തൊക്കെയാ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിഞ്ഞ ഉടനെ യോഗ ചെയ്യരുത്. ലഘുഭക്ഷണം കഴിച്ച് കുറഞ്ഞത് ഒരു 1-2 മണിക്കൂറോ കനത്ത ഭക്ഷണം കഴിഞ്ഞ് ഒരു 3-4 മണിക്കൂറൊക്കെ കഴിഞ്ഞ് മാത്രമേ ചെയ്യാവൂ. രാവിലെ വെറും വയറ്റിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ സ്ഥലം നമുക്ക് അധികം കാറ്റും വെളിച്ചമില്ലാത്ത അടച്ചിട്ട മുറിയേക്കാൾ നല്ലത് വായുസഞ്ചാരമുള്ള വീടിൻ്റെ വരാന്ത അല്ലെങ്കിൽ ജനലരികിൽ പായ വിരിച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടെറസിനൊക്കെ മുകളിലില്ലേ, കുട്ടികൾക്ക് കൂടുതൽ ഫ്രഷ്നെസ് നൽകും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ എന്തെങ്കിലുമൊക്കെ സംഗീതമൊക്കെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ചെറിയ രീതിയിൽ പ്രകൃതിയുടെ ശബ്ദങ്ങൾ അല്ലെങ്കിൽ ശാന്തമായ ഫ്ലൂട്ട് മ്യൂസിക് ഇങ്ങനെയൊക്കെ ഉള്ള ഇട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുട്ടികൾ അത് എൻജോയ് ചെയ്യുവേ. പിന്നെ ഇത് വേദന സഹിച്ച് ഇങ്ങനെ ചെയ്യിക്കരുത്. യോഗ ചെയ്യുമ്പോൾ ശരീരത്തിന് നല്ലൊരു സ്ട്രെച്ചിങ് അനുഭവപ്പെടും. എന്നാൽ അത് വേദനയായി മാറരുത്. വേദനിക്കുന്നു എന്ന് കുട്ടികൾ പറഞ്ഞാൽ ആ ആസനം അവിടെ നിർത്താൻ പറയണം. അവരങ്ങനെ തന്നെയാണ് ചെയ്യിക്കുന്നത്. ടീച്ചർമാരെ കുട്ടികൾക്ക് വേദനിക്കുന്നു അല്ലെങ്കിൽ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അവർ ഒരിക്കലും അങ്ങനെ നിർബന്ധിക്കാറില്ല. അങ്ങനെ ഒരു നല്ല രീതിയിലുള്ള ഒരു യോഗയാണ് ഇവരുടെ സ്കൂളിൽ നടത്തിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണും വരെ താങ്ക് യു.